നമുക്കിവിടെയുള്ള സംശയം എന്ന് പറയുന്നത് റോഡ് എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ റോഡ് എന്ന് പറഞ്ഞാൽ മന്ത്രി PM മുഹമ്മദ് റിയാസ്. അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടോ? ഇത് അങ്ങനെ അല്ലല്ലോ യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു സ്ഥിതിയുമില്ല. ഇപ്പം PWD വകുപ്പ് വളരെ നന്നായി പ്രവർത്തിക്കുന്ന വകുപ്പാണ്. അതുപോലെ തന്നെ നമുക്കറിയാം വ്യവസായ വകുപ്പ് മത്സരാടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും കൃത്യമായി പ്രവർത്തിക്കുന്നു. കാരണം 28ാം സ്ഥാനത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നിന്ന കേരളത്തെ 15ാം സ്ഥാനത്തേക്കും 1ാം സ്ഥാനത്തേക്കും കൊണ്ടുവന്നത് വളരെ വിപ്ലവകരമായ നേട്ടമാണ്. അതുപോലെ വിദ്യാഭ്യാസ വകുപ്പ് നമ്മൾ വലിയ തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയെ ചില പ്രത്യേക കോണുകളിൽ നിന്ന് ട്രോൾ നടത്താനും അദ്ദേഹത്തെ ആക്ഷേപിക്കാനും ശ്രമം നടക്കുമ്പോഴും എത്ര ഗംഭീരമായിട്ടുള്ള മാറ്റമാണ് വിദ്യാഭ്യാസ വകുപ്പിൽ വന്നിരിക്കുന്നത്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായിട്ട് ഈ നാട് മാറുന്നു. അത് ഓരോ വകുപ്പിലും അങ്ങനെ തന്നെയാണ്. വളരെ വേഗതയിൽ പണി പൂർത്തീകരിച്ച് അല്ലെങ്കിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കുക. അതിൽ വരുമ്പോൾ ഒരു വകുപ്പിനെയും നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. 9 കൊല്ലമായി ഇവിടെ മണൽ വാരലില്ല, പുഴയിൽ നിന്നും നദികളിൽ നിന്നും മണൽ വാരലില്ല. റവന്യൂ വകുപ്പ് അതിന് അനുവാദം കൊടുത്തുകൊണ്ട് ഈ കേരളത്തിലെ നിർമ്മാണ മേഖലയിലുള്ള പ്രതിസന്ധിയെ പൂർണ്ണമായി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാ വകുപ്പും ഏറ്റവും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വകുപ്പാണ്.